السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العظيم. وكل خير في اتباع من سلف وكل شر في ابتداع من خلف. സമാധരണീയരായ മജ്‌ലിസുന്നഴമയിലെ സാദാത്തുക്കളെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരുടെ പാത എന്ന മാസാന്ത ക്ലാസിന്റെ 6ാമത്തെ പാർട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ഹിജറ 1440 ആണ്ടിലെ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തിൽ പ്രചുര പ്രചാരം നേടിയ ചിശ്തിയ സിൽസിലയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനത്തിന് കാരണമായ 2-3 ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഘടകം വിദേശികളായ അറബികൾ പണ്ടുകാലം മുതൽക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന കച്ചവട യാത്രകളാണ്. അവർ വ്യാപാര വ്യവസായ ആവശ്യാർത്ഥം ഇന്ത്യ രാജ്യത്തിൽ അവർ സന്ദർശനം നടത്തിയപ്പോഴെല്ലാം ഇവിടത്തുകാരുമായി അവർ മതകീയമായ വിഷയത്തിൽ ചർച്ച നടത്തുകയും അങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗകുമാര്യതയും അതിന്റെ ആധികാരികതയും അതിലുള്ള ഏകദൈവത്വത്തിന്റെ ആ സിദ്ധാന്തത്തിന്റെ മഹത്തായ ഉത്കൃഷ്ടതയും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി, ഇന്ത്യ രാജ്യത്ത് വിശുദ്ധ ഇസ്ലാം വ്യാപിക്കാൻ കാരണമായ മറ്റൊരു ചെറിയ ഘടകം ഇവിടെ സുൽത്താൻമാരും വിദേശികളായ രാജാക്കന്മാരുമൊക്കെ നടത്തിയ പടയോട്ടങ്ങളാണ്. അതിലൂടെയും വിശുദ്ധ ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് വേരോടാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. അത് മഹ്മൂദുൽ ഗുസ്നവി, ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഗോറി പോലെയുള്ള ആളുകളെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചില രാജാക്കന്മാരോ പടനായകന്മാരോ സുൽത്താൻമാരോ ഒക്കെയാണ്. മൂന്നാമതായിട്ടുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ളതുമായ കാരണം മഹാന്മാരായ സൂഫി പണ്ഡിതന്മാരുടെ ഇന്ത്യ രാജ്യത്തിലേക്കുള്ള രംഗപ്രവേശമാണ്. അതുകൊണ്ട് ഇവിടെയുണ്ടായത് ഏറ്റവും വലിയ ആഴത്തിലുള്ള ദീനീ പ്രബോധനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെല്ലാം ബാഹ്യമായ രൂപത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഭംഗിയും തൗഹീദിന്റെ മഹത്വവും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, മഹാരഥന്മാരായ സൂഫിയാക്കൾ വിശുദ്ധ ഇസ്ലാമിന്റെ ലാഹിറു ശരീഅത്ത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പുറമെ അതിന്റെ ആത്മീയതയുടെ അന്തസ്സത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും റൂഹാനിയായ തർബിയത്ത് നടത്തി തസവുഫിന്റെ വിശാലമായ സാധ്യതകളിലേക്ക് മനുഷ്യന്മാരുടെ മനോമുഖരങ്ങളെ ആകർഷിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ മാധുര്യം അവർക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു എന്നതിനാൽ തന്നെ സൂഫിയാക്കളുടെ പ്രബോധനമാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം വേരുറച്ച പ്രബോധന പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്രബോധന പ്രവർത്തന മേഖലയിൽ ഏറ്റവും അധികം സംഭാവനകൾ അർപ്പിച്ച ഒരു വലിയ സൂഫി സമൂഹമാണ് ചിശ്തിയ സിൽസില എന്ന് പറയുന്ന മഹത്തായ ആ പരമ്പരയിലെ ഗുരുക്കന്മാരും മഹാന്മാരായ നായകന്മാരും. അവർ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ദീനീ പ്രബോധനത്തിന്റെ വിശാലതയും വ്യാപ്തിയും ഒരാളാലും കണക്കാക്കാനോ വിശദീകരിക്കാനോ സാധിക്കാത്ത അത്ര വലുതും അത്ര മഹത്തരവുമാണ്. അതിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഈ ഉള്ളവൻ ഇന്നത്തെ ഈ മാസാന്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം
ഇതാ റജബ് വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. ആ റജബിന്റെ ആദ്യ 10 ഇന്ത്യ രാജ്യത്തിലുള്ള ചിസ്തിയ സിൽസിലയുടെ ഏറ്റവും തിളങ്ങുന്ന ശോഭിക്കുന്ന താരകമായ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ വഫാത്ത് നടന്നത്. ആ വഫാത്തിന്റെ 807ാമത്തെ ആണ്ട് ആഘോഷിക്കാൻ അജ്മീർ നഗരം സർവസജ്ജമായി ദീപാലങ്കൃതമായി കാത്തു നിൽക്കുന്ന ഈ സമയത്താണ് ഈ ഉള്ളവൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്നതിനാൽ തന്നെയാണ് ഞാൻ വിഷയം ആ രൂപത്തിൽ തിരിക്കാൻ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാ, ചിശ്തിയ സിൽസിലയെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് ചിലതൊക്കെ പറയാനുണ്ടാകും. ഈ ചിശ്തിയ സിൽസില എന്ന് പറയുന്ന മഹത്തായ ഈ ഗുരുപരമ്പരക്ക് ആ നാമം വന്നത് എങ്ങനെ, അത് ചിശ്തി എന്ന പേര് എന്തുകൊണ്ടാണ് ആ സിൽസിലയിൽ കടന്നുകൂടിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു വിശകലനം നടത്താം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ശൈഖുന കണ്യാല അബ്ദുല്ലാഹിൽ മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വറഫഅല്ലാഹു ദറജതഹു, ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച ചിശ്തി സിൽസിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹളറത്ത് ഷാഹ് അബൂ ഇസ്ഹാഖ് അശ്ശാമി അൽ ചിശ്തി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ് ചിശ്തി എന്ന് പറയുന്ന നാമം ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഷാമി എന്നത് ചേർത്തത് കൊണ്ട് തന്നെ ചരിത്രം പരതുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അദ്ദേഹം ഷാമിൽ നിന്ന് മാറി താമസിച്ച ആളാണ്. ഷാം എന്നത് ഒരു പഴയകാല പേരാണ്. ഇന്നത്തെ സിറിയയും ജോർദാനും എല്ലാം അടങ്ങുന്ന, ലബനോണും ഏകദേശം ഫലസ്തീനും എല്ലാം അടങ്ങുന്ന ആ ഏരിയയുടെ പഴയകാല പേരാണ് ഷാം. ആ ഷാമിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് എന്നവർ ഖുറാസാനിലെ ചിസ്ത് നഗരത്തിലേക്ക് മാറി താമസിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ അബൂ ഇസ്ഹാഖ് അശ്ശാമി അൽ ചിസ്തി എന്ന് വരാനുണ്ടായ കാരണം. ചിസ്ത് എന്ന് പറയുമ്പോൾ അത് ഖുറാസാനിലുള്ള ഒരു പ്രദേശമാണ്. ഖുറാസാൻ എന്നാൽ അഫ്ഗാനിസ്ഥാനിന്റെയും തുർക്കുമാനിസ്ഥാനിന്റെയും ഒക്കെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ചില പട്ടണങ്ങളൊക്കെ ഖുറാസാനിലുണ്ട്. ഉദാഹരണത്തിന് നൈസാബൂർ, ബൽഖ്, അതേ രൂപത്തിൽ തന്നെ ഹറാത്ത്, തൂസ് പോലെയുള്ള പട്ടണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഈ ഖുറാസാൻ എന്ന് പറയുന്ന രാജ്യം. ആ ഖുറാസാനിലാണ് ജിഷ്ത് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ആ ചിഷ്തിൽ ബഹുമാനപ്പെട്ട ഷാമുകാരനായ അബൂ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ താമസം ഉറപ്പിക്കുകയും വിശുദ്ധമായ ദീനീ പ്രബോധന പ്രവർത്തനം നടത്തുകയും തന്റെ ഷെയ്ഖ് ഷാഹ് ഹളറത്ത് മംഷാ അലവിദ്ദീൻ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് ലഭ്യമായ ആത്മീയ ലൈനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തുകയും ചെയ്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിന്റെ കൂടെ ആ ചിശ്തി എന്ന പേരും അറിയപ്പെടുകയുണ്ടായി. മഹാനായ അബൂ ഇസ്ഹാഖ് ഷാമി തങ്ങളുടെ പരമ്പരയിലെ 7ാമത്തെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ഹസൻ അസ്സഞ്ചരി അൽ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. അജ്മീർ ഖാജ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ അദ്ദേഹത്തിന്റെ പരമ്പരയിലെ 7ാമത്തെ ഖലീഫയും ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഗുരുപരമ്പരയിലെ 8ാമത്തെ ദറജയിലുള്ള ഷെയ്ഖുമാണ് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ്. 7ാമത്തെ ദറജയിലുള്ള ഷെയ്ഖുമാണ് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങളുടെ ഗുരു നമുക്കറിയാം ബഹുമാനപ്പെട്ട ഹളറത്ത് ഷാ ഹബീബുർ റഹ്മാൻ ഉസ്മാൻ അൽ ഹാറൂനി അൽ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണല്ലോ. ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ഗുരു ഹളറത്ത് ഷാ അൽ ഹാജ് അഷ്ശരീഫു സിന്ദനി അൽ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഗുരു ഹളറത്ത് ഷാ ഖുതുബുദ്ദീൻ അൽ മൗദൂദ് അൽ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അവിടുത്തെ ഗുരു ഹളറത്ത് ഷാ നാസിഹുദ്ദീൻ ഖാജ അബൂ യൂസുഫ് അൽ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അവിടുത്തെ ഷെയ്ഖ് ഹളറത്ത് ഷാഹ് നാസിറുദ്ദീൻ
അബൂ മുഹമ്മദിൻ ഫർസനാഫ അൽ ജിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അവിടുത്തെ ഗുരു ബഹുമാനപ്പെട്ട ഹളറത്ത് ഷാഹ് ഖുതുബത്തുദ്ദീൻ അബൂ അഹ്മദ് അബ്ദാൽ അൽ ജിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ ഗുരുവാണ് ബഹുമാനപ്പെട്ട ഹളറത്ത് ഷാ അബൂ ഇസ്ഹാഖിനി ഷാമി അൽ ജിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഈ പരമ്പരക്കാണ് ചിശ്തിയ പരമ്പര എന്ന് പറയുക. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖുൽ ഷാമി അൽ ജിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് തന്നെ ജിസ്തി എന്ന നാമം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പരമ്പരയിലെല്ലാം ആ നാമം നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ പ്രചാരം നൽകിയ ഒരു മഹാമനീഷിയാണ് ബഹുമാനപ്പെട്ട ഹളറത്ത് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ബഹുമാനപ്പെട്ട ഖാജപ്പാപ്പയുടെ 807ാമത്തെ ഉറൂസാണ് ഈ അടുത്ത റജബ് 6-ന് വരാനിരിക്കുന്നത്. അല്ലാഹു തആല അവരുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കട്ടെ, ആമീൻ എന്ന് സന്ദർഭോചിതമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ബഹുമാനികളെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികളെന്ന് വിലയിരുത്തപ്പെടുന്ന ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും വരെ ഈ മഹത്തായ സിൽസിലയിലുള്ള മഹാരഥന്മാരായ മശായിഖിനെ മദ്ഹ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഈ മഹത്തായ സിൽസിലയുടെ പവിത്രതയും പേരും പെരുമയും സ്ഥാനവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് മുബ്തദിഈങ്ങളുടെ മുഴുവനും നായകനായി അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ അഹ്മദ് ഇബ്നു തീമിയ എന്ന ഇബ്നു തൈമിയ. അദ്ദേഹത്തിന്റെ വരികളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഫഅമ്മൽ മുസ്തഖീമൂന മിനസ്സാലികീൻ കജുംഹൂരി മശായിഖിസ് സലഫ് മിസ്ലിൽ ഫുളൈൽ ഇബ്നു ഇയാദ് വഇബ്രാഹീം ഇബ്നു അദ്ഹം വഅബി സുലൈമാൻ അദ്ദാറാനി വമഅറൂഫിൽ കർഖി വസിർരി സിഖ്തി والجنيد بن محمد وغيرهم من المتقدمين ومثل الشيخ عبد القادر الجيلاني والشيخ حماد والشيخ أبي البيان وغيرهم من المتأخرين എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ സാലിക്കീങ്ങളായ ഇസ്തിഖാമത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്ന മഹാരഥന്മാരായ ഗുരുക്കന്മാരെ ഇബ്നു തൈമിയ തന്നെ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഇബ്നു തൈമിയ ആദ്യമായി പറഞ്ഞിട്ടുള്ളത് മശായിഖു സലഫ് എന്ന് പറഞ്ഞ സലഫു സാലിഹീങ്ങളിൽപ്പെട്ട മശായിഖിന്റെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ ആദ്യത്തെ വ്യക്തി മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഖലീഫ കൂടിയാണ് രണ്ടാമതായി എണ്ണിപ്പറഞ്ഞ ബഹുമാനപ്പെട്ട ഇബ്രാഹീം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ ഇബ്രാഹീം ഇബ്നു അദ്ഹം തങ്ങളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ അല്പം വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുകയുണ്ടായത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ 7ാമത്തെ ഗുരുവായ അബൂ ഇസ്ഹാഖു ഷാമി അൽ ജിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ 4ാമത്തെ ഗുരുവായ പരമ്പരയിലെ 4ാം മർത്തബയിലുള്ള ഗുരുവാണ് ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്രാഹീം ഇബ്നു അദ്ഹം സയ്യിദുത് താരിഖീൻ അല്ലെങ്കിൽ സുൽത്താനുത് താരിഖീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാൻ. അല്ലാഹു തആലാക്ക് വേണ്ടി പ്രപഞ്ചത്തിന്റെ സകലമാന ആഡംബരങ്ങളെയും സുഖങ്ങളെയും ഒരു രാജാവായിട്ട് പോലും വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ മഹത്തായ പാശം മുറുകെ പിടിച്ച ബഹുമാനപ്പെട്ട ഹളറത്ത് ഖാജ ഇബ്രാഹീം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ മഹാനായ ഗുരുവര്യനാണ് അശൈഖ് ഹളറത്ത് ഷാഹ് അബുൽ ഫൈൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ മഹാന്മാരിൽ നിന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മഹാന ആദ്യമായി എണ്ണി പറഞ്ഞിട്ടാണ് മുസ്തഖീമൂന മിനസ്സാലികീൻ എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ വർണ്ണിച്ചു പുകഴ്ത്തി പറയുന്നത്. നോക്കൂ നിങ്ങൾ, കൂട്ടത്തിൽ ഇതേ പരമ്പരയിൽ തന്നെ പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാരുടെ ഖാദിരിയ ത്വരീഖത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖിയുണ്ട്, ബഹുമാനപ്പെട്ട സിർറി സിഖ്തിയുണ്ട്, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുണ്ട്. ഈ പറയപ്പെട്ട മഹാന്മാരെല്ലാം നമ്മുടെ മശായിഖിന്റെ സിൽസിലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആദരണീയരായ ഗുരുക്കന്മാരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ മുഴുവനും വർണ്ണിച്ചു പറഞ്ഞിരിക്കുന്നത് തസവുഫിന്റെയും ഔലിയാക്കളുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും ബദ്ധവൈരിയും ശത്രുവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്നു തൈമിയയാണെങ്കിൽ ശത്രുക്കൾക്ക് പോലും മഹാരഥന്മാരുടെ പദവികളെ ഇടിച്ചു താഴ്ത്തുകയും
അവരെ അനാദരിക്കുകയും ചെയ്ത വിഭാഗത്തിനു പോലും ഈ പറയപ്പെട്ട മഹത്തുക്കളുടെ ഉന്നതമായ ദറജയുടെ മുന്നിൽ ശിരസ്സു കുനിക്കേണ്ടി വന്നു എന്നല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിലെ അതിന്റെ ഒന്നാമത്തെ ജുസ്ഇന്റെ 16-17 പേജുകളിൽ ഈ വിഷയം പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ഈ ചിശ്തിയ സിൽസിലയിലുള്ള മശായിഖന്മാർ എത്രമാത്രം ആദരണീയരാണ്. ഖാദിരിയ സിൽസിലയിലുള്ള, റിഫാഇയ സിൽസിലയിലുള്ള, സുഹ്റവർദിയ സിൽസിലയിലുള്ള മഹാന്മാരെല്ലാം എത്രമാത്രം ബഹുവന്യരാണ്, ആദരണീയരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഗുരുവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹളറത്ത് ഷാഹ് അബുൽ ഫളിൽ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അവരുടെ ഗുരുവാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ ബുർഹാനുൽ അസ്ഫിയ എന്നൊക്കെ സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവിടുത്തെ ഷെയ്ഖാണല്ലോ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു വജ്ഹു റളിയല്ലാഹു തആല അൻഹു. പിന്നീട് ഇബ്നു തൈമിയ പറഞ്ഞ മറ്റുള്ള മഹാന്മാരെല്ലാം നമ്മുടെ മറ്റു സിൽസിലയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഉമ്മുത്തറായിഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖാദിരിയ തരീഖത്തിന്റെ ഗുരുവര്യനാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ ഗുരുപരമ്പര പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയപ്പെട്ട മഹാന്മാരെയൊക്കെ കാണാൻ കഴിയുക. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ സയ്യിദു തായിഫത്താണ്. ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖിന്റെ അവിടെ ബഹുമാന്യനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ഗുരുവാണ് സിർറിസഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവിടുത്തെ ഗുരുവാണ് ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഗുരു ബഹുമാനപ്പെട്ട അലി മൂസ റിള. അവിടുത്തെ ഗുരു ബഹുമാനപ്പെട്ട മൂസൽ കാളിം റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹും. അവിടുത്തെ ഗുരുവാണ് ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഗുരുവാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഗുരുവാണ് ഷെയ്ഖ് ഇമാം സൈനുൽ ആബിദീൻ അലി, മഹാൻ അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കിടാവ്. അവിടുത്തെ ഗുരുവാണ് സയ്യിദുന അൽ ഇമാം ഹുസൈൻ അശ്ശഹീദ് ബികർബല റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി തങ്ങളുടെ റൈഹാൻ പുഷ്പമായി ചരിത്രം വിശേഷിപ്പിക്കപ്പെട്ട മഹാൻ. അവിടുത്തെ ഗുരുവാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം അമീറുൽ മുഅ്മിനീൻ സയ്യിദുന മൗലാന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വകറമല്ലാഹു വജ്ഹ. അവിടുത്തെ നേരെ ഗുരുവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മൗലാന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പവിത്രമായ പരമ്പരകളിൽപ്പെട്ട ആദരണീയരായ ഗുരുക്കന്മാരെയെല്ലാം ഇബ്നു തൈമിയ്യ വരെ പുകഴ്ത്തി പറയുമ്പോൾ ഈ പറയപ്പെട്ട സിൽസിലകളുടെ മഹത്വം എത്രമാത്രമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെയുള്ള ആ പരമ്പരക്ക് ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ പ്രചാരവും അതിന് ഇത്രയും വലിയ പ്രസിദ്ധിയും നേടിക്കൊടുത്തത് യാതൊരു സംശയത്തിനും വകയില്ലാത്ത നിലക്ക് നമുക്ക് പറയാൻ കഴിയും. അത് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീനുൽ ഹസൻ അസ്സഞ്ചരി, ഖാജാ മുഈനുദ്ദീൻ അൽ ഹസൻ അസ്സഞ്ചരി സുമ്മൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് തങ്ങൾ ഷാമിൽ നിന്ന് ചിശ്തിലേക്ക് മാറി താമസിച്ചുവെങ്കിൽ ബഹുമാനപ്പെട്ട ഖാജ അജ്മീരി തങ്ങൾ അങ്ങ് പേർഷ്യയിലെ, അതായത് ഇറാനിലെ സഞ്ചർ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലെ അജ്മീറിലേക്ക് മാറി താമസിക്കുകയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിർദ്ദേശമനുസരിച്ച് മദീന മുനവ്വറയിൽ നിന്നുള്ള ഗുരുത്വവും പൊരുത്തവും സ്വീകരിച്ച് അവിടുത്തെ മുരീദന്മാരുടെ കൂടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പാകിസ്ഥാൻ വഴി ബഹുമാനപ്പെട്ടവർ ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ ആളുകള് അവിടെ തന്നെ താമസിക്കണമെന്ന വാശി പിടിച്ചപ്പോൾ മഹാനായ ഖാജാ തങ്ങളിൽ നിന്ന് അവർക്ക് അനുഭവിച്ച ആത്മീയമായ ആ മാധുര്യവും അനുഭൂതിയും അവർക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ തോന്നാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അജ്മീർ ഖാജാ തങ്ങൾ ഡൽഹിയുടെ ഖിലാഫത്ത് നൽകി ഏൽപ്പിച്ച മഹാനാണ് ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അജ്മീറിലേക്ക് പോകുന്നത്. ആ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളിലൂടെയാണ് പിന്നീട് ഇന്ത്യ രാജ്യത്ത് വിശുദ്ധമായ ചിശ്തി പരമ്പരയുടെ പ്രചാരണം നടക്കുന്നത്. ആ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളുടെ നേരെ ശിഷ്യനും ഖലീഫയുമാണ് ബഹുമാനപ്പെട്ട ഗഞ്ചുശക്കർ ഷെയ്ഖുന ഫരീദുദ്ദീൻ ഔലിയ. പാകിസ്ഥാനിലെ പാക് പട്ടണിൽ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഔലിയ തങ്ങളുടെ പ്രസിദ്ധമായ മക്ബറയുണ്ട്. മറ്റു പലയിടങ്ങളിലും ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള മക്ബറകളുണ്ട്. അതിന് കാരണം മറ്റൊന്നാണ്, അത് വിശദീകരിക്കൽ ഇവിടെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഔലിയ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളുടെ പ്രധാന ശിഷ്യന്മാരായ രണ്ടാളുകൾ,
അത് ഒന്ന് മഹാനായ സാബിർ പിയ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ അലി അഹ്മദ് അസ്സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി. മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഡൽഹിയുടെ ഉന്നതമായ ആ പദവി അലങ്കരിച്ച ബഹുമാനപ്പെട്ട മെഹബൂബെ ഇലാഹി നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഡൽഹിയിൽ തന്നെയാണല്ലോ ബഹുമാനപ്പെട്ടവരുടെ ആ ദർഗ സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് നമ്മളെയൊക്കെ സലാമത്താക്കട്ടെ, ആമീൻ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. മഹാനായ ഖാജ തങ്ങളുടെ ശിഷ്യനായ ഖുതുബുദ്ദീൻ തങ്ങളുടെ ശിഷ്യനായ ഫരീദുദ്ദീൻ ഔലിയ. ഖാജ തങ്ങളുടെ പേര് മുഈനുദ്ദീൻ, അവിടുത്തെ ശിഷ്യന്റെ പേര് ഖുതുബുദ്ദീൻ, അവിടുത്തെ ശിഷ്യന്റെ പേര് മഹാനായ ഫരീദുദ്ദീൻ. ഫരീദുദ്ദീൻ തങ്ങളുടെ രണ്ടു ശിഷ്യന്മാർ, ഒന്ന് അലാഉദ്ദീൻ, മറ്റൊന്ന് നിസാമുദ്ദീൻ. ഈ രണ്ടു മഹാന്മാരിലേക്കും ബഹുമാനപ്പെട്ട ഫരീദ് ഔലിയ തങ്ങളിലൂടെ ചിസ്തിയ റൂട്ടിനെ കൈമാറപ്പെടുകയാണ്. അങ്ങനെ മഹാന്മാരായ ആ രണ്ടു ശിഷ്യന്മാരും അതിന്റെ പ്രബോധന മേഖലയിൽ അതിശക്തമായ മുന്നേറ്റം നടത്തുകയും ഇന്ത്യ രാജ്യത്തിൽ ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾക്ക് വിശുദ്ധമായ ദീനിന്റെ ഹിദായത്ത് കൈമാറുകയും അങ്ങനെ ബഹുമാനപ്പെട്ട സാബിർ പിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അലാഉദ്ദീൻ അലി അഹ്മദ് അസ്സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇന്ന് ഉത്തരാഖണ്ഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനത്തിൽ, പണ്ടത് യുപിയിലായിരുന്നു, ആ ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ അലി അഹ്മദ് സാബിർ തങ്ങൾ ആ ഉത്തരാഖണ്ഡിലെ റൂർക്കി എന്ന പട്ടണത്തിന് സമീപത്തുള്ള കലിയർ എന്ന് പറയുന്ന പ്രദേശത്തിൽ താമസിച്ച് മഹാനവറുകൾ അവിടെ മറവിട്ട് അവിടെ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മഹാനവറുകളുടെ ദർഗ വളരെ പ്രസിദ്ധവും ലക്ഷോപലക്ഷം ആളുകൾ സിയാറത്ത് ചെയ്യുന്നതും ഓരോ വെള്ളിയാഴ്ചകളിലും പതിനായിരക്കണക്കായ ആളുകൾ ആ പ്രസിദ്ധമായ പള്ളിയിൽ ജുമുഅക്ക് സംബന്ധിക്കുകയും ചെയ്യുന്നത് ഈ ഉള്ളവൻ തന്നെ അനുഭവത്തിൽ ഒരുപാട് അനുഭവിച്ചതാണ്. ആ മഹാനായ അലി അഹ്മദ് സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ കറാമത്തുடைய മഹാനാണ്. അവിടുത്തെ ജീവിക്കുന്ന കറാമത്തുകൾ അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ ചെന്നാൽ കാണാൻ കഴിയും. ആ മഹാനായ അലി അഹ്മദ് സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിലൂടെയും ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ മെഹബൂബെ ഇലാഹി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ പാപ്പയിലൂടെയും വീണ്ടും ചിഷ്തിയ സിൽസില വഴിതിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ അലാഉദ്ദീൻ അലി അഹ്മദ് മഹാനവറുകൾ അസ്സാബിർ എന്ന പേരിൽ അറിയപ്പെട്ട ആളായതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിശക്തമായ ക്ഷമ കൈക്കൊള്ളുകയും ശത്രുക്കൾ എത്രമാത്രം ശല്യപ്പെടുത്തിയിട്ടും അതിനൊന്നും പ്രതികരിക്കാതെ അതിശക്തമായ ഹക്കിന്റെ പാതയിൽ അടിയുറച്ചു നിന്ന് എല്ലാ നിലക്കുള്ള ഷർറുകളും പ്രയാസങ്ങളും ശത്രുതകളും സഹിച്ചതിന്റെ പേരിൽ മഹാനവറുകൾക്ക് ലോകം നൽകിയ പേരാണ് അസ്സാബിർ, ഏറ്റവും വലിയ ക്ഷമാശീലനെന്ന്. ആ ഒരു പേര് മഹാനവറുകളുടെ പേരിന്റെ കൂട്ടത്തിൽ സ്ഥാനപ്പേരായി ചേർക്കപ്പെട്ടത് കൊണ്ട് തന്നെ അലാഉദ്ദീൻ അലി അഹ്മദ് തങ്ങളിലൂടെ പിരിഞ്ഞു വന്ന ചിഷ്തിയ സിൽസിലക്ക് സാബിരി എന്നുകൂടി പറയുന്നു. ഇപ്പോൾ നേരത്തെ അബൂ ഇസ്ഹാഖ് ശാമി തങ്ങളുടെ പേരിന്റെ കൂടെ ചിസ്ത് എന്നതുള്ളത് കൊണ്ട് അവിടെ നിന്നിങ്ങോട്ട് വന്നത് ചിസ്തി ആയിട്ടുണ്ടെങ്കിൽ ആ ചിസ്തി പിന്നീട് ബഹുമാനപ്പെട്ട അലി അഹ്മദ് അസാബിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അരികിലെത്തുമ്പോൾ വീണ്ടും അത് ചിസ്തി സാബിരി ആയി മാറുകയാണ്. ആ പരമ്പരയാണ് നമ്മുടെ മശായിഖിന്റെ കയ്യിലെത്തിയത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ ആ പരമ്പര ചിസ്തിയ സാബിരിയ എന്ന് പറയുന്ന പരമ്പരയാണ്. ബഹുമാനപ്പെട്ട അലി അഹ്മദ് സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിന്റെ കൂടെ സാബിർ ഉണ്ട് എന്നതാണ് അതിന് കാരണം. അദ്ദേഹത്തിന്റെ ഗുരു ബഹുമാനപ്പെട്ട ഖാജ ബാബ ഫരീദുദ്ദീൻ മസ്ഊദ് വജൂദ് ഹനി കഞ്ചു ശക്കർ അൽ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അതിന് താഴെയുള്ള സാബിർ തങ്ങളുടെ പേര്, ആ പേരിൽ സാബിർ ഉള്ളതുകൊണ്ട് അതിനുശേഷമുള്ള മഹാന്മാരുടെ പേരിൽ, ഉദാഹരണമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹളറത്ത് ശംസുദ്ദീൻ തുർക്കുപാനിപ്പത്തി അൽ ചിശ്തി അസാബിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അവരാണ് അലി അഹ്മദ് അസാബിരി എന്ന സാബിർ പിയ തങ്ങളുടെ നേരിട്ടുള്ള ഖലീഫ. അപ്പോൾ ഷെയ്ഖ് മുഈനുദ്ദീൻ, പിന്നീട് ഖുതുബുദ്ദീൻ, പിന്നീട് ഫരീദുദ്ദീൻ, പിന്നീട് അലാഉദ്ദീൻ, പിന്നീട് ശംസുദ്ദീൻ, മഹാനായ ശംസുദ്ദീൻ തുർക്കുപാനി തങ്ങൾ, അവരുടെ നേരിട്ടുള്ള ഖലീഫയാണ് ഹളറത്ത് ഷാഹ് ജലാലുദ്ദീൻ. അപ്പോൾ ശംസുദ്ദീനിൽ നിന്ന് പിന്നെ ജലാലുദ്ദീനിലേക്ക് എത്തിപ്പെടുന്നു. ജലാലുദ്ദീൻ ഇബ്നു മുഹമ്മദ് അൽ പാനിപ്പത്തി അൽ ചിശ്തി അസാബിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ഇങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി മഹാന്മാരായ ഒരുപാട് മശായിഖന്മാർ എന്ത് വിശ്രമം കൊള്ളുന്നു. ഈ പറയപ്പെട്ട ഗുരുക്കന്മാരെല്ലാം അതിൽപ്പെട്ട ആളുകളാണ്. അതേമാതിരി തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് റദുവലി, ബഹുമാനപ്പെട്ട അഹ്മദുർ റദുവലി,
ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ മുഹമ്മദ് പാനിപത്തി തങ്ങളുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് റദ്വലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അൽ ജിസ്തിയ സാബിരിയാണ്. അവിടുത്തെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റദ്വലി അൽ ജിസ്തിയ സാബിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവിടുത്തെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റദ്വലി അൽ ജിസ്തിയ സാബിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവിടുത്തെ ശിഷ്യനാണ് ഹദ്റത്ത് അബ്ദുൽ ഖുദ്ദൂസ് കങ്കൂഹി അൽ ജിസ്തി. ഇത് യുപിയിലാണ് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം ഉള്ളത്. അവിടെ ഈ കങ്കോഹ് പോലെയുള്ള സ്ഥലങ്ങളിലും അതേമാതിരി അവിടുത്തെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജലാലുദ്ദീൻ താനീസരി, താനേശ്വർ എന്ന് പറയുന്ന പ്രദേശമാണത്. പിന്നെ ബഹുമാനപ്പെട്ട ഷാഹ് നിലാമുദ്ദീൻ ബൽഖി അൽ ജിസ്തി സാബിരി. അങ്ങനെയുള്ള ആ പരമ്പര ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മുടെ മശായിഖിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുകയാണ്. ഇതെല്ലാം ഇന്ത്യ രാജ്യത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മശായിഖന്മാരാണ്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ഷഅബാനിൽ ഈ റദുബൽ പോലെയുള്ള സ്ഥലം, അതേമാതിരി നമ്മുടെ മശായിഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പറയപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തആല ഖൈറായ യാത്രയാക്കി വിജയിപ്പിക്കട്ടെ, ആമീൻ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അലാഉദ്ദീൻ അലി അഹ്മദ് അൽ ജിസ്തി സാബിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിലൂടെ വന്ന വഴിക്കാണല്ലോ സാബിരി വഴി എന്ന് പറയുക എന്ന് ഞാൻ പറഞ്ഞു. അതേ രൂപത്തിൽ തന്നെ ചിശ്തി ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ ഔലിയ തങ്ങളുടെ മറ്റൊരു മുരീദായ ഖലീഫയായ നിസാമുദ്ദീൻ ഔലിയ തങ്ങളിലൂടെ മറ്റൊരു വഴിയായി തിരിഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ പേരാണ് ജിസ്തിയ നിസാമിയ. ഇവിടെ ജിസ്തിയ സാബിരിയ എന്ന് പറഞ്ഞതുപോലെ ജിസ്തിയ നിസാമിയ എന്ന പേരിൽ ബഹുമാനപ്പെട്ട നിലാമുദ്ദീൻ ഔലിയ പാപ്പയുടെ ആ വഴിയിലൂടെ മഹാനായ ഖാജാ തങ്ങളിലൂടെ വന്ന ആ വഴി വീണ്ടും ശാഖയായി തിരിഞ്ഞു പോവുകയാണ്. കാരണം ഫരീദുദ്ദീൻ ഔലിയ പാപ്പയുടെ ഖലീഫമാരിൽ നിന്ന് പ്രമുഖൻ തന്നെയാണ് ബഹുമാനപ്പെട്ട മഹ്ബൂബെ ഇലാഹി നിലാമുദ്ദീൻ ഔലിയ. അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ശിഷ്യന്മാർക്കും മഹാന്മാരായ ഖലീഫമാർക്കും പറയുന്ന പേര് ചിശ്തി നിസാമി എന്നായിരിക്കും. അങ്ങനെ ചിശ്തിയ പരമ്പര വീണ്ടും പിരിയുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തിൽ ചിശ്തിയ പരമ്പര സ്വാധീനം ചെലുത്തിയതുപോലെ മറ്റൊരു പരമ്പരയും സ്വാധീനം ചെലുത്തിയതായി നമുക്ക് പറയാൻ സാധ്യമല്ല. അത്രയും വലിയ സ്വാധീനം എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന മേഖലയിൽ, ഭൗതികമായ മേഖലയിലുള്ള പ്രബോധനം, അതായത് ലാഹിരിയായ പ്രബോധനത്തിന് പുറമെ ഏറ്റവും വലിയ സ്ഥാനം പിടിച്ച പ്രബോധനം ആത്മീയമായ പ്രബോധനമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് സൂഫി ഉലമാക്കളായിരുന്നു. ആ സൂഫി ഉലമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന മഹാന്മാരാണ് ചിശ്തിയ റൂട്ടിലുള്ള മഹാന്മാര്. ഈ കാര്യമാണ് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല പരമ്പരയെ ആദരിക്കാനും അതിലെ മഹാന്മാരായ മശായിഖുമായി ഒരു നിലക്കെങ്കിലും ബന്ധപ്പെടാനും പൂർണ്ണമായി എന്ന അവകാശമില്ല, അല്ലെങ്കിൽ അത് അല്പമെങ്കിലുമായി എന്ന അവകാശം പോലുമില്ലാത്ത നമുക്ക് അവരെ ഒന്ന് കാണാനും ആ മഹാന്മാരുടെ കൈപിടിക്കാനൊക്കെ നമുക്ക് അവസരം കിട്ടി എന്നത് അള്ളാഹു ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ നിഅമത്തായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, സുൽത്താന്മാരും സഞ്ചാരികളും വ്യാപാരികളും ഒക്കെ ഇവിടെ ദീനിന്റെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പക്ഷെ അവരുടെ പരമ്പരകളോ അവരുടെ സിൽസിലകളോ അവരുടെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ശിഷ്യഗണങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളോ ഒന്നും ലോകത്ത് ലഭ്യമല്ല, വിശദീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ആധികാരികമായിട്ട് അങ്ങനെ ഒരു പരമ്പര ഇല്ല എന്നതാണ് അതിന് കാരണം. ഇത് ആധികാരികമായിട്ടുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും മഹാനായ നബി തങ്ങളിൽ നിന്ന് ജിബ്രീൽ വഴി ലോകത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ ഖാലിഖായ റബ്ബിലേക്കും എത്തിപ്പെടുന്ന അണമുറിയാത്ത പരമ്പരയാണ്. ആ പരമ്പരയിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് ഈ പറയപ്പെട്ട മഹാന്മാരായ മശായിഖന്മാർ. അതിലൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത നായകനാണ് ഖാജാ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഖാജാ തങ്ങളുടെ ദീനീ പ്രബോധന മേഖലയെ കുറിച്ച് നമുക്കറിയാം. അള്ളാഹുവിന്റെ ഹബീബ് ഇന്ത്യ രാജ്യത്തിലേക്ക് മഹാനവറുകളെ പറഞ്ഞയച്ചു. അങ്ങനെ ഡൽഹി വഴി മഹാനവറുകള് അജ്മീർ ഷരീഫിൽ എത്തിപ്പെട്ടു. ആ കാലഘട്ടത്തിൽ രജപുത്രന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചൗഹാൻ സമൂഹം ഇവിടെ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. അതിൽ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവ് ഡൽഹി ആസ്ഥാനത്തിൽ നിന്ന് അയാളുടെ ഭരണ ആസ്ഥാനം അജ്മീറിലേക്ക് മാറ്റിയ സന്ദർഭമായിരുന്നു. അങ്ങനെ അയാൾ അജ്മീർ കേന്ദ്രമാക്കി കൊട്ടാരവും കോട്ടയും ഒക്കെ പണിത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഖാജാ അജ്മീരി തങ്ങൾ ഇന്ത്യയിലെത്തുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യ രാജ്യത്തിലെത്തി. കയ്യിൽ ആയുധങ്ങളില്ല, കയ്യില് യാത്രക്ക് ആവശ്യമായ അത്യാവശ്യം ഒരുക്ക് സാധനങ്ങൾ പോലുമില്ലാത്ത തനി ഫക്കീറന്മാരായി ദർവേശുകളായി സഞ്ചാരികളായി ഇന്ത്യ രാജ്യത്ത് എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മുഖത്തിന്റെ കാന്തി വലയം കണ്ട്
അവിടുത്തെ ഈമാനിന്റെ പ്രഭയും പ്രകാശവും കണ്ട് ആളുകൾ ഖാജാ തങ്ങളിലേക്ക് ഓടി 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 അടുക്കുന്നത് കണ്ടപ്പോൾ ശത്രുക്കളുടെ ഹൃദയത്തിൽ വൈരാഗ്യത്തിന്റെ ത്വരമൂത്ത് ഇവരെ നശിപ്പിക്കലല്ലാതെ, ഈ സമൂഹത്തെ ഉന്മൂലനം ചെയ്യലല്ലാതെ നമുക്കിവിടെ നിലനിൽപ്പിന് രണ്ടാമതൊരു വഴിയില്ല എന്ന് കണ്ടതിന്റെ പേരിലാണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ആ ചൗഹാൻ കുടുംബത്തിലെ ആ കാലഘട്ടത്തിലെ രാജാവായിരുന്ന ആ വ്യക്തി ഖാജാ തങ്ങൾക്കെതിരെ അവസാനത്തെ അമ്പുപോലും ആവനാഴിയിൽ നിന്ന് വലിച്ചെടുത്ത് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചത്. എല്ലാ നിലക്കും ഖാജാ തങ്ങൾ ഒരു അദൃശ്യ ശക്തിയുടെ ഉടമയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ സാധാരണ രാജാക്കന്മാര് പട നയിക്കുന്നത് പോലെയല്ല ഖാജാക്കെതിരെ പൃഥ്വിരാജ് ചൗഹാൻ യുദ്ധം ചെയ്തത്. സാധാരണ രാജാക്കന്മാർ മറ്റു രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ പടനായകന്മാരെ വിളിക്കുകയും പട്ടാളക്കാരെ നിരത്തിക്കൊണ്ട് അവർക്ക് കഴിയുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ തുരത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയാണല്ലോ. പക്ഷെ ഖാജാ തങ്ങൾക്കെതിരെ അങ്ങനെ പട്ടാളക്കാരെ വിട്ടുകൊണ്ട് യുദ്ധം ചെയ്ത് തുരത്തുകയല്ല ചെയ്തിട്ടുള്ളത്. കാരണം ഖാജയുടെ കയ്യിൽ ഭൗതികമായ ആയുധങ്ങളില്ല എന്ന് പൃഥ്വിരാജ് ചൗഹാന് നന്നായി അറിയാം. ഖാജപ്പാപ്പയുടെ കയ്യിൽ ഒരു മുട്ടുസൂചി പോലുമില്ലല്ലോ. അവരുടെ കയ്യിലുള്ളത് ആത്മീയമായ ആയുധമാണ്, അദൃശ്യ ശക്തിയാണ്. ആ ശക്തി സ്രോതസ്സിനെ നേരിടാൻ അതിനിവിടെ അത്ഭുതകരമായ മറ്റ് ശക്തി വിശേഷങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നവൻ അറിയാം. പക്ഷെ അവൻ ഉപയോഗപ്പെടുത്തിയത് യഥാർത്ഥ ശക്തി വിശേഷങ്ങളല്ല, പിന്തിരിപ്പൻ ശക്തികളാണ് എന്നത് പിന്നീട് അവന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവന്റെ അന്ത്യം കഴിഞ്ഞു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, മാരണവിദ്യ, ആഭിചാരക്രിയ പഠിച്ച വലിയ മാന്ത്രികന്മാരെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്കെതിരെ അവൻ യുദ്ധം ചെയ്തത്. അതിൽ ഷാദിദേവൻ എന്ന് പറയുന്ന വലിയ മാന്ത്രികനെ പറഞ്ഞയച്ച് ഖാജാ തങ്ങളെ നശിപ്പിക്കാനുള്ള മാന്ത്രിക വിദ്യകളൊക്കെ അവൻ പ്രകടിപ്പിച്ചു. അവൻ അവസാനത്തെ വിദ്യ പോലും ഉപയോഗിച്ചിട്ടും ഖാജാ തങ്ങളെയോ ആ വൃത്തത്തിനുള്ളിൽ നിൽക്കുന്ന മുരീദന്മാരെയോ ഒരു രോമത്തിനു പോലും പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നവന് തോന്നിയപ്പോൾ അവസാനം അവൻ കുറ്റസമ്മതം നടത്തി ഖാജാ തങ്ങളുടെ കാൽക്കൽ വീണ് ക്ഷമാപണം നടത്തി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എനിക്ക് കൂടി അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ കൊടിയ ശത്രുവായ ഷാദിദേവനോട് പറഞ്ഞത്, ഈ ഹക്കായ ദീനിലേക്ക് ആർക്കും കടന്നു വരാം, നിനക്ക് ധൈര്യത്തോടുകൂടി വരാം, സുരക്ഷിതത്വത്തോടുകൂടി നീ കടന്നു വരാമെന്നാണ്. ഖാജാ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മൃദുല കരം പുൽകി കലീമയുടെ ഷഹാദത്തിന്റെ വചനങ്ങൾ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴേക്ക് ഖാജാ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ഒരൊറ്റ തിരുനോട്ടം കൊണ്ട് നേരെ ഇസ്ലാമിലേക്ക് കുഫ്രിയത്തിൽ നിന്ന് ശിർക്കിൽ നിന്ന് കടന്നു വന്ന വ്യക്തി വിലായത്തിന്റെ മക്കാമിലേക്കാണ് ഉയർന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തസവുഫിന്റെ ആ പണ്ഡിതന്മാര്, മശായിഖന്മാര്, ഗുരുക്കന്മാര് നടത്തിയ ദീനീ പ്രബോധനത്തോളം ആഴത്തിൽ ആണ്ടിറങ്ങിയ ഒരു പ്രബോധനം ഇന്ത്യ രാജ്യത്തിൽ നടന്നിട്ടേയില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴേക്ക് ഇക്സീരിയായ ഒരൊറ്റ നോട്ടം കൊണ്ട് ഖാജാ തങ്ങൾ ഷാദിദേവനെ ഉന്നതമായ ദർജയിലേക്ക് എത്തിക്കുകയും സഅദുദ്ദീൻ എന്ന പേര് നൽകുകയും അപ്പോഴേക്ക് ഈമാനിന്റെ ഹലാവത്ത് രുചിച്ച് നുണഞ്ഞറിഞ്ഞ ആ സഅദുദ്ദീൻ എന്ന മഹാൻ ഖാജാ തങ്ങളോട് പറഞ്ഞില്ലേ, ഗുരു, അങ്ങ് അന്യദേശിയായി പരദേശിയായി ഇവിടെ വന്നതുകൊണ്ടാണല്ലോ അങ്ങേക്ക് അവിടെ ഇരിക്കാൻ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന തൊട്ടുകൂടായ്മയും തീടിക്കൂടായ്മയും. ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം ഈ അടിയന്റേതാണ്, ഈ ശിഷ്യന്റേതാണ്. അത് എന്റെ ഗുരുവിന് ഈ വിശുദ്ധ ഹിദായത്ത് എനിക്ക് തന്നതിനു വേണ്ടി ഞാനിതാ ഗുരുദക്ഷിണയായി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇന്ന് ഖാജാ തങ്ങളുടെ വിശുദ്ധമായ ദർബാർ നിൽക്കുന്ന ഏരിയയും പ്രദേശവും മുഴുവനും ഷാദിദേവൻ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്ക് ഹദിയയായി കൊടുത്തത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, സൂഫിയാക്കൾ നടത്തിയ ദീനീ പ്രബോധനത്തിന്റെ ആഴം. ചിഷ്ടി സിൽസിലയുടെ കറാമത്ത് നിങ്ങളൊന്ന് പരിശോധിക്കൂ സഹോദരങ്ങളെ. പിന്നീട് പൃഥ്വിരാജ് ചൗഹാൻ ഒരിക്കലും തനിക്ക് നിലനിൽപ്പില്ലെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് യുദ്ധത്തിനു പോയ വ്യക്തി അവിടെ ഒട്ടിപ്പോവുകയാണ് ഉണ്ടായത്. തിരിച്ചിങ്ങോട്ട് വന്ന് തന്റെ കയ്യിൽ നിന്നുള്ള ഇനാമ് സ്വീകരിക്കാൻ വരികയല്ല ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ ശക്തനായ മാന്ത്രികനെ കണ്ടെത്താൻ അതാ മന്ത്രിസഭയിൽ അയാൾ ഉത്തരവിറക്കുകയാണ്. ആരോ പറഞ്ഞു, കാലങ്ങളായി ഘോരവനത്തിൽ തപസ്സിരുന്നുകൊണ്ട് മാന്ത്രിക വിദ്യ സ്വായത്തമാക്കിയ, അന്തരീക്ഷത്തിലൂടെ പാറിപ്പറന്നു വന്ന് ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ജയ്പാൽ എന്ന് പറയുന്ന വലിയൊരു മാന്ത്രികനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ ഹാജരാക്കുകയും വൻപിച്ച പാരിതോഷികങ്ങൾ അദ്ദേഹത്തിന് ഇനാമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ഖാജാ തങ്ങളെയും ശിഷ്യന്മാരെയും ഉന്മൂലനം ചെയ്യാനുള്ള ഉത്തരവിറക്കിയിട്ട് ആ ജയ്പാൽ ഖാജാ തങ്ങൾക്കെതിരെ ആകുന്നത് മുഴുവനും ചെയ്തു. ഷാദിദേവനെക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് പവറുള്ള അവന്റെ വിദ്യകൾ ഉപയോഗിച്ചിട്ടും ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ കാലിൽ ധരിച്ച മെതിയടിയുടെ വില പോലും അതിനില്ലെന്ന് അവന് മനസ്സിലാക്കേണ്ടി വന്നു. ആ മെതിയടി ചെന്നിട്ട് അവന്റെ കവിളത്തടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ പാറി വന്ന് നശിപ്പിക്കാൻ ശ്രമിച്ച ആ ശത്രുവിനെ അന്തരീക്ഷത്തിൽ നിന്ന് അതാ ആ കരണത്തടിച്ചുകൊണ്ട് കവിളത്തടിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി അവൻ നിലംപരിശായപ്പോൾ അവസാനം ഖാജാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു വന്ന് കാലു പിടിച്ചുകൊണ്ട്
മാപ്പ് പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സന്നദ്ധത കാണിക്കുകയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി സ്വീകരിച്ച വിശാല മനസ്കതയുടെ പ്രതീകമായ ഖാജ അജ്മീരി തങ്ങൾ ഖദ്ദസല്ലാഹു സിറ മഹാനവറുകൾ അബ്ദുള്ള എന്ന നാമം നൽകി ഈ ജയ്പാലിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ചിസ്തി സിൽസിലയിലെ മശായിഖന്മാര് ഇന്ത്യ രാജ്യത്ത് നടത്തിയ ദീനിന്റെ വിശുദ്ധമായ പ്രബോധനത്തിന്റെ പ്രവർത്തനത്തിന്റെ ആഴം. 90 ലക്ഷം ആളുകൾ ഈ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് സൂഫിയാക്കൾ നടത്തിയ പ്രബോധനത്തിന് ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാ, പിന്നീട് ഈ പൃഥ്വിരാജ് ചൗഹാന്റെ അന്ത്യം സംഭവിക്കുന്നതും ചരിത്രം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഈ ചൗഹാൻ അടക്കമുള്ള രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് തിരിച്ചുപോയ സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറി രാത്രി കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. വീണ്ടും നിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരണം, ഇത് നിങ്ങളുടെ വിജയത്തിന്റെ നിമിഷമാണ്, അടുത്ത യുദ്ധത്തിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു സ്വപ്ന ദർശനം. ധൈര്യം സംഭരിച്ചുകൊണ്ട് പട നയിക്കുകയാണ് സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറി അജ്മീർ ലക്ഷ്യമാക്കി. സുൽത്താന്റെ ആ അതിശക്തമായ മുന്നേറ്റം, മഹാന്മാരായ മശായിഖിന്റെ പിമ്പലം കൂടി ഉണ്ടായപ്പോൾ എല്ലാ ശക്തിയും സംഭരിച്ച് സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറിക്കെതിരെ യുദ്ധം ചെയ്തിട്ട് പോലും പൃഥ്വിരാജ് ചൗഹാൻ അതിശക്തമായ പരാജയത്തിന്റെ കയ്പ് നീര് രുചിക്കേണ്ടി വന്നു. അതോടുകൂടി അവന്റെ ഭരണത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും സുൽത്താൻ ശിഹാബുദ്ദീൻ ഗോറി ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ബഹുമാനപ്പെട്ട ഖാജ വഴിക്കാണ് തനിക്ക് അദൃശ്യമായ അത്ഭുതകരമായ വിജയം കിട്ടിയിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞ സുൽത്താൻ ശിഹാബുദ്ദീൻ അതാ ഖാജ തങ്ങൾക്ക് ആ വിജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും അതിനധികാരവും ഖാജ തങ്ങളുടെ ഹളറത്തിൽ വന്ന് ദക്ഷിണയായി സമർപ്പിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീടാണ് ഖാജ തങ്ങളുടെ ദീനീ പ്രബോധനത്തിന് സുവർണ കാലഘട്ടം. ലക്ഷോപലക്ഷം ആളുകൾ ഖാജയെ തേടി ഇങ്ങോട്ട് വരികയും ആ വിശുദ്ധമായ പ്രകാശ വലയത്തിൽ ആകൃഷ്ടരാകുകയും യുദ്ധമില്ലാതെ, ആയുധമില്ലാതെ, ഭീഷണിയില്ലാതെ ആളുകളെ പ്രലോഭനങ്ങളെ കൊണ്ടോ പ്രകോപനങ്ങളെ കൊണ്ടോ വശത്താക്കാൻ ശ്രമിക്കാതെ ഖാജ തങ്ങളുടെ ശാന്ത സുന്ദരമായ പക്വതയേറിയ പെരുമാറ്റത്തിലൂടെയും സമീപനത്തിലൂടെയും ലക്ഷക്കണക്കായ ആളുകൾ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ഇന്നും അജയ്യമായി നിലനിൽക്കുന്ന ആ പരമ്പര, ആ ദീനീ പ്രബോധനത്തിന്റെ ആ അണയാത്ത ആ ധാര, ആ ഒഴുക്ക് നിലക്കാത്ത ആ മലവെള്ളപ്പാച്ചിൽ ഇന്നും കൽബുകളിൽ നിന്ന് കൽബുകളിലേക്ക് ആ ചിഷ്തിയ ആശയങ്ങളെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖാജ മഹബത്ത് മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് സപ്ലൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മശായിഖന്മാരിലൂടെ അതിന്റെ പ്രബോധനം ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും ദൃശ്യമായും അദൃശ്യമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നവനാണ് ഇന്ത്യ രാജ്യത്തിലുള്ള യഥാർത്ഥ മുസ്ലിം. ഇന്ത്യയുടെ സുൽത്താനായി വാഴിക്കപ്പെട്ട മദീന മുനവ്വറയിൽ നിന്ന് സ്ഥാനാരോഹണം നടത്തപ്പെട്ട അജ്മീർ ഖാജയുടെ ഉന്നതമായ ദർജ തിരിച്ചറിയാത്തവൻ എന്ത് ഇന്ത്യക്കാരനാ, അവൻ എന്ത് ഇന്ത്യൻ മുസ്ലിമാണ്? ഇന്ത്യൻ ഇസ്ലാമിന്റെ ആധികാരിക മുഖമായ സുന്നത്ത് ജമാഅത്തിന്റെ പിതാവായി വാഴിക്കപ്പെടാൻ മാത്രം അർഹതയുള്ള ബഹുമാനപ്പെട്ട ഖാജ അജ്മീരി തങ്ങൾ, അവരാണ് ഇന്ത്യയിലെ ചിസ്തിയ സിൽസിലയുടെ ഏറ്റവും പ്രകാശിക്കുന്ന ഗോപുരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന്മാരെ ആദരിക്കാനും അവരുടെ വഴിയിൽ അടിയുറച്ചു നിൽക്കാനും അവരെയൊക്കെ സ്നേഹിച്ചു ബഹുമാനിച്ച് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ വഴികളും അമലുകളും അത് കൃത്യമായി നിർവഹിച്ച് അവരുടെ പാതയിൽ അടിയുറച്ചു നിന്ന് ധന്യരാകുവാനും മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാനോടെ മൗത്താകാനും അവരൊക്കെ പോയ വഴിയിലേക്ക് തിരിച്ചു പോവാനും ഖാലിഖായ റബ്ബ് ഈ മഹാന്മാരുടെ തന്നെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരുണത്തിൽ ഈ എളിയ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.